ഇന്ന് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ നിറം ഒരുപാടങ്ങ് മാറിപ്പോകണ്ട. ഇനി നമ്മളിതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. ചെറിയുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഈ ചട്നിക്ക്. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള വെച്ചിട്ടും ഈ ചട്നി ഉണ്ടാക്കിയെടുക്കാം. സവാള ആണ് എടുക്കുന്നതെങ്കിൽ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. വലുതാണെങ്കിൽ 1 എടുത്താൽ മതിയാവും. കൂടെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ചട്നിക്ക് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ മുളക് പൊടിയോ വറ്റൽ മുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ചേർക്കാം. ഇതിനി ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി കൂടി വേണം ചേർക്കാനായിട്ട്. ചെറിയൊരു കഷ്ണം പുളി മതിയാവും. ഇത് ഇത്രയും കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം, അതുവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തേങ്ങ ഇത്ര തന്നെ മതി കേട്ടോ, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി തളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീ വെച്ചതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിനെ നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ചട്നി കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. നിങ്ങൾ എന്തായാലും ഇതൊന്നാക്കി നോക്കണം, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്